ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കൃഷ്ണയ്ക്ക് നേരെ കയ്യോങ്ങാനൊന്നും ഗാഥമാഡം ശ്രമിക്കണ്ട. കൃഷ്ണ തിരിച്ചടിക്കും. അത് പിന്നെ ഗാഥമാഡത്തിന് നാണക്കേടാവും. അവള് നവീനെ രക്ഷിക്കാനും ശ്രമിച്ചത് മാം. ഒരുപക്ഷെ അവൾ ആ സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ നവീന് എന്തെങ്കിലും അപകടം സംഭവിച്ചേനെ. മാം, ഗാഥമാഡത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു. എന്തൊരു കഷ്ടം ഇത്. പണക്കാരായ പെൺകുട്ടികള് ഈ നാട്ടില് വേറെ ഇല്ലേ? അവരാരും ഇതുപോലെയൊന്നും കാണിക്കുന്നില്ലല്ലോ. ഹാ, സത്യത്തിലേ അയാള് നല്ലൊരു മനുഷ്യനാ. അയാൾ ഇവളെ കെട്ടിയാലേ അയാളുടെ ഗതികേടെന്ന് പറഞ്ഞാ മതി. അതെ, അയാള് നിന്നെ ശരിക്കും കെട്ടിപ്പിടിച്ചോ? അതങ്ങനെ സംഭവിച്ചു പോയതാ, അല്ലാതെ കരുതി കൂട്ടിയൊന്നും അല്ല കേട്ടോ. ശരി, എന്നാലും അയാള് കെട്ടിപ്പിടിച്ചപ്പോ നിനക്കത് ഇഷ്ടായോ? ആ, എനിക്കറിഞ്ഞൂടാ. അതൊന്നും കൂടി മനസ്സിലാലോചിച്ചിട്ട് ഒന്ന് പറഞ്ഞോക്കേ. എനിക്കിപ്പോ എന്താ തോന്നുന്നറിയോ? നവീന് സത്യത്തില് ഗാഥയേക്കാൾ ഇഷ്ടം കൃഷ്ണയോടാന്നാ. ഗാഥയായി അഭിനയിച്ച് അവസാനം ഈ കഴുത്തെ തന്നെ ആ ചെക്കൻ താലി കെട്ടോ? എന്നേക്കുമായി സ്വന്തമാക്കോ? ഒരു കാര്യം ചെയ്യ, നാളെ മുതല് അവരുടെ വേഷം കെട്ടി സുനന്ദേച്ചി അങ്ങോട്ട് ചെല്ല്. അപ്പോ അയാളെയും കെട്ടിട്ട് സുഖമായിട്ട് ജീവിക്കാലോ. ഗോപാലൻ മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഈ രൂപം കിട്ടിയിരുന്നെങ്കിലേ ഒരു കൈ ഞാൻ നോക്കിയേനെ. പക്ഷെ അതില്ലല്ലോ. ഓ അയ്യോ, ഒന്നും മിണ്ടാതിരിക്കുന്നേ. തിളച്ച വെള്ളെടുത്ത് ഞാൻ തലയിൽ കൂടെ ഒഴിക്കും. ഞാനിവിടെ പ്രേമിക്കാനാണോ വന്നിരിക്കുന്നത്? അമ്മയുടെ കാര്യോർത്ത് കുറച്ച് പണം വാങ്ങിപ്പോയി. അതുകൊണ്ട് ഇത്തിരി ആത്മാർത്ഥത കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു പോയി. അതാ ഞാൻ ചെയ്ത അബദ്ധം. അല്ലാതെ ഇതിനൊക്കെ എനിക്ക് എന്താ? അയാള് വരെ സംസാരിക്കേ, അത് കഴിഞ്ഞ് അയാൾ അങ്ങോട്ട് പോവും. എനിക്കിതൊന്നും ആലോചിച്ചോണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. പിന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ ടൂള് ടൂള് എന്ന്. കാശിയാർക്ക് നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളൂ സുനന്ദേച്ചി. കണ്ടിട്ടില്ലേ ചിലര് പണിയൊക്കെ കഴിയുമ്പോ ഉപകരണങ്ങളൊക്കെ വലിച്ചെറിയുന്നത്? അതാണ് എന്റെ നിങ്ങളുടെയൊക്കെ സ്ഥാനം. ഏത് ഗതികെട്ട നേരത്താണാവോ ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. ദൈവത്തിന് ഇങ്ങനെയും കുരുത്തക്കേട് കാണിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ അവളെ ഒരേ രൂപത്തിൽ സൃഷ്ടിച്ചു. എനിക്ക് മടുത്തു. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ അയാള് കെട്ടിപ്പിടിച്ചതിന്റെ ലക്ഷണം മുഖത്തുണ്ട്. തപ്പി നോക്കിയാലൊന്നും പോവില്ല. അതെ, നാണം കൊണ്ട് ചുമന്നതാ. സുനന്ദേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? നാണം കൊണ്ട് ചോന്നു പോലും. ഇനി അതുകൂടി കേട്ടാ മതിയാ ഭദ്രകാളിക്ക്. അവൾ എന്നെ പിടിച്ച് ഇവിടെ ഇട്ട് കൊന്ന സമാധാനാവല്ലോ അല്ലേ? മോളെ, മമ്മി ഇനി എന്നോടൊന്നും സംസാരിക്കണ്ട. എനിക്ക് ഒരു ശാപവും പ്രശ്നമല്ല. ഞാൻ മരിക്കുന്നെങ്കില് അതെന്റെ നവീന് വേണ്ടിട്ടല്ലേ. എനിക്കത് കുഴപ്പമൊന്നുമില്ല. അവൾ ഇവിടുന്ന് പോണം. ഇപ്പൊ പോയേ പറ്റൂ. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചിട്ട് എത്രത്തോളം എത്തിച്ചു? എല്ലാവരും കൂടി അവളെ ഞാനായിട്ട് അഭിനയിപ്പിക്കുകയാണോ, അതോ നവീനും അവളായിട്ടുള്ള വിവാഹം യഥാർത്ഥത്തിൽ നടത്തി കൊടുക്കാൻ പോവാണോ?
മമ്മിയുടെ നാവിന്ന് വരെ അവളെ കുറിച്ച് നല്ല വാക്കുകളേ ഉള്ളൂ. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എന്റെ നവീൻ വേറൊരുത്തിയുടെ ദേഹത്ത് തൊട്ടാ അത് ഞാൻ സഹിക്കുന്ന മമ്മിക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് അവള് നവീന്റെ കൂടെ ഒട്ടിപ്പിടിച്ച്. ഗാഥ മാഡം, കൃഷ്ണ നവീന്റെ കാമുകിയായിട്ടല്ലേ ഇപ്പൊ അഭിനയിക്കുന്നേ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കൃഷ്ണയ്ക്ക് നേരെ കയ്യോങ്ങാനൊന്നും ഗാഥ മാഡം ശ്രമിക്കണ്ട. കൃഷ്ണ തിരിച്ചടിക്കും. അത് പിന്നെ ഗാഥ മാഡത്തിന് നാണക്കേടാവും. മോളെ, മോളെ. മോളെ, നിനക്ക് ആരടി ശമ്പളം തരുന്നേ? ഞാനോ അതോ അവളോ? ഇനി ഒരു വാക്ക് അവളെ കുറിച്ച് എന്റെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? സിനി മതി. എന്റെ മോൾ എന്താഗ്രഹിക്കുന്നോ അതനുസരിക്കുന്നവര് മാത്രം ഇവിടെ ഉണ്ടായാൽ മതി. അത് വാടകക്കാരികളായാലും ശമ്പളക്കാരികളായാലും. മനസ്സിലായോ നിനക്ക്? മാം, നീ എന്താ പറഞ്ഞേ? ഗാഥമോൾ അവളെ തല്ലിയ അവള് തിരിച്ചു തല്ലൂന്നോ? അങ്ങനെ ഒരു കൈ ഉയർന്നാ പിന്നെ ആ കൈ ഉണ്ടാവും തോന്നുന്നുണ്ടോ നിനക്ക്? പോയിക്കോ എന്റെ മുമ്പിന്ന്. സിനി ലീവ്. നമ്മുടെ ശമ്പളം വാങ്ങി ജീവിക്കുന്നവർക്കൊക്കെ നമ്മളോട് അസൂയ ഉണ്ടാവും മമ്മി. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അത് തീർക്കാൻ എവളുമാര് ശ്രമിക്കുന്ന. പോട്ടെ മോളെ, ഇനി മോള് ടെൻഷൻ ആവണ്ട. സിനി ചേച്ചി, എന്തു പറ്റി? ഒന്നുമില്ല. എന്താ പറ്റിയെന്ന് പറയൂ. എന്താ സിനി മോളെ? ചേച്ചി, ചേച്ചിയുടെ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താന്ന് നോക്കട്ടെ. ചേച്ചി കൈ കാണിച്ചേ. അയ്യോ, ഇത് എന്തു പറ്റിയതാ? അത് ഗാഥ മാഡം ദേഷ്യം വന്നപ്പോ എന്തോ എടുത്ത് എറിഞ്ഞതാ. ഭാഗ്യത്തിന് വേറൊന്നും പറ്റിയില്ല. സുനന്ദേച്ചി, ഇവിടെ ഓയിന്റ്മെന്റ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് വരുമോ?